ഹലോ ഗായ്സ്, ഞാനിന്ന് പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവം കാണാനാണ്. അതായത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, KLF എന്ന പേരിലാണ് നമ്മൾ കോമൺലി പറയുക. ഓരോ ഓട്ടവും എന്നെ കയറ്റുന്നില്ലായിരുന്നു. കഷ്ടപ്പെട്ട് ഈ മാമനെ കൈയും കാലും പിടിച്ച് ഞാൻ കയറ്റി വന്നു. അപ്പോഴാണ് ചളി അകാബ്രാമിയുടെ അച്ഛനെ കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് KLFൻ്റെ അവിടേക്ക് കയറിയത്. കയറിയതിന് ശേഷം പിന്നെ അച്ഛൻ്റെ വഴിക്ക് ഞാനൊരു വഴിക്ക്. അപ്പോൾ ഇതാണ് KLFൻ്റെ കവാടം. അവിടെ എത്രയും നല്ല ലൈറ്റിങ്സും ഡെക്കറേഷൻസൊക്കെയാണ്. കയറി ഉടനെ അറിയുന്ന ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ നേരെ KLF എഴുതിയ ഫോട്ടോ ബൂത്തിൻ്റെ അവിടെ പോയി. അതിനുശേഷം ഞാൻ ബുക്ക് ഷോപ്പിൻ്റെ അവിടേക്ക് നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ബീച്ച് ഒന്നും കൂടി കണ്ടു. പിന്നെ കുറച്ച് നേരം ക്യൂ നിന്നിട്ട് ഞാൻ ബുക്ക് ഷോപ്പിലേക്ക് കയറി. കുറേ ബുക്ക്സ് നോക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എൻ്റെ പണ്ട് ഞാൻ വർക്ക് ചെയ്ത പാലിൻ ഇന്ത്യയിലെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ MR രാജഗോപാൽ സാറിൻ്റെ ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹരിതയും ദിനുവേട്ടനും എന്നെ കാണാൻ വന്നു. പിന്നെ ഞങ്ങൾ കുറേ നടന്നു, കുറേ ബുക്സൊക്കെ നോക്കി. എന്നിട്ട് ഏത് ബുക്ക് വാങ്ങണം എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ അന്താളിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ബുക്ക് കണ്ടത്. ഈ ബുക്ക് പലർക്കും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതേ റോയിൽ തന്നെ ഞാൻ എൻ്റെ പാപ്പൻ്റെ വിനോദയാത്ര എന്ന പുസ്തകവും കണ്ടു. അത് വേഗമായ സന്തോഷം ഞാൻ പാപ്പനെ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തൊക്കെ അയച്ചു കൊടുത്തു. അതിനുശേഷം ഹരിതയോട് ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവൾ എതിരെന്ന് പറഞ്ഞ ഈ ബുക്ക് എടുത്തു. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടി വിനോയ് തോമസിൻ്റെ കരിക്കോട്ടക്കരി എന്ന ബുക്കും വാങ്ങിച്ചു. പിന്നെ KLFൻ്റെ വാട്ടർമാർക്കുള്ള ഒരുപാട് ടീഷർട്ടും കുറേ കരകൗശല വസ്തുക്കളൊക്കെ കണ്ടു. ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങി ഓരോ സ്റ്റേജുകളൊക്കെ കണ്ടിട്ട് നടക്കാൻ വിചാരിച്ചു. അപ്പോൾ കഥ എന്നുള്ള സ്റ്റേജ് കണ്ടു. അവിടെ എന്താ പരിപാടി എന്ന് കാണാൻ അത്രയ്ക്ക് തിരക്കാണ്, എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞങ്ങൾ എഡ്യൂക്കേഷൻ പവീലിയൻ ആൻഡ് എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാളിലേക്ക് നടന്നു പോയി. പിന്നീട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിലേക്ക് കഷ്ടപ്പെട്ട് നുഴഞ്ഞ് കയറി. ആദ്യം കുറേ ചെടികൾ കണ്ടു. ചെടികളുടെ സയൻറ്റിഫിക് നെയിമോ അതെങ്ങനെ വളരുന്നു അത് ഇത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നടന്നു പോയി. നടുവിൽ അവരൊരു കുളം വരെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഈ ചെടീൻ്റെ പേര് ബ്ലീഡിങ് ഹാർട്ട് എന്നാണ്. പക്ഷെ എവിടെയും ബ്ലീഡ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ല. എന്തെങ്കിലും ഉണ്ടാവത്തുണ്ടോ? ഹരിതയാണെങ്കിൽ ഓരോ ചെടിയും നോക്കിയിട്ട് ഈ ചെടിയൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്, പുഴയിലുണ്ടെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ചൈനീസ് മണി പ്ലാന്റ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ മഞ്ഞ നല്ല തുടങ്ങിയിട്ടല്ലേ. എന്താ പേര്? വാവ്, എരിയോ കോല കെ. ഓഹോ ഗൈസ്, നിങ്ങൾ ഈ എക്സിബിഷന് വരാണ്ട് ഇവിടെ വിട്ടു പോയാൽ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം, കണ്ടോളൂ. പിന്നെ ഇവിടെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയ കസേരയും ടേബിളും ഉണ്ടായിരുന്നു. ടേബിളിന് മുകളിലുള്ള ചന്ദനയുടെ മാസ്ക് കൊണ്ട് എനിക്ക് കുറച്ച് 5ാം പാതിര മെമ്മറീസ് വന്നു. അപ്പോൾ ഞാൻ വേഗം പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് അറിയുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വലിയ ഓർമ്മയൊന്നുമില്ല, കാരണം ഞാൻ വ്ളോഗിങ്ങിലേക്ക് പുതിയതാണ്. എനിക്ക് പിന്നെ അതൊന്നും വലിയ ബോധം വന്നില്ല. പിന്നെ ഞങ്ങൾ ഈ സ്റ്റേജിലേക്ക് പോയി. അവിടെ കുറേ വയലൻസിനെ പറ്റിയും കുറേ യുദ്ധങ്ങളെ പറ്റിയൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ആ സ്റ്റേജിൽ. കുറച്ചേരം ഞങ്ങളവിടെ നിന്നു. ദിനുവേട്ടൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അതുപോലെ തന്നെ തിരിച്ചു പോന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ചിൽഡ്രൻസ് KLFൻ്റെ 2 വേദികളാണ്, ഒന്ന് മാംഗോയും ഒന്ന് മാമ്പഴവും. പിന്നീട് ഞങ്ങൾ ഗ്രന്ഥം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോയി. അവിടെ വെച്ചാണ് കാവ്യോത്സവം എന്ന പരിപാടി നടക്കുന്നത്. അതിലൊരുപാട് കവികൾക്ക് അവരുടെ സ്വന്തം കവിത ആലപിക്കാനുള്ളൊരവസരമാണ്. അതിൽ നമ്മുടെ ചളിയുടെ അച്ഛനേരത്തെ കണ്ടില്ലായിരുന്നോ, അദ്ദേഹത്തിനും ഒരവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ കവിത കാണാൻ പോയതായിരുന്നു. അതിനിടയ്ക്ക് ചളീനെ ഞങ്ങൾ എവിടെയൊക്കെയോ നോക്കി കണ്ടുപിടിച്ചു. കുറേ മുമ്പിലാണ് അവൾ അവളുടെ ഫാമിലിൻ്റെയും മറ്റു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു. മടിച്ചു നിൽക്കുന്ന ദുഷിച്ച ഗന്ധം നരച്ച ചുമരിൽ തുറിച്ചു നോക്കുന്ന കറുത്ത പല്ലി. വേലായുധേട്ടന്റെ ചായക്കട മകന്റെ ഹോട്ടലാണിന്ന്. ഇരുന്ന് തിന്ന് കൂട്ടം പറച്ചിലില്ലാതെ ചുമരിൽ പതിപ്പിച്ച QR കോഡിൽ മൊബൈൽ കാണിച്ച് ക്ലിങ് ശബ്ദം കേട്ടാൽ പുറത്തേക്ക് പായുന്നവർക്ക് എന്ത് വേലായുധേട്ടൻ, എന്ത് ചായക്കട, പാറ്റയ്ക്കും പല്ലിക്കും എന്ത് ചരിത്രവും ഭൗതിക ശാസ്ത്രവും നന്ദി. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടി ആൾക്കാരെയൊക്കെ കണ്ട് ഈ ലൈറ്റിൽ കുറച്ചുകൂടി നല്ല ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനും ഹരിതയും ദിനുവേട്ടനും കൂടി പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അതിനടുത്തുള്ള പല ഹോട്ടൽസിലും എൻ്റെ ഡയറ്റിന് പറ്റിയ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് KSRTC അവിടെ ഇറങ്ങി ടോപ്പ് ഫോമിൽ നിന്ന് ഫുഡ് കഴിച്ചു.
ഞാൻ പാവം ചപ്പാത്തിയും പനീർ ബട്ടറും കഴിക്കുമ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് തന്നെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിക്കുമായിരുന്നു. എന്നിട്ട് ദിനേട്ടൻ പാലക്കാടേക്ക് ബസ് കയറിയും ഞാനും ഹരിതയും ഓട്ടോ വിളിച്ച് എൻ്റെ വീട്ടിലേക്കും പോന്നു. ബൈ ബൈ.